പുറത്ത് നിർത്തുക, ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിലാണ് സിനിമ ഒരു നിയമനിർമ്മാണത്തിൽ ഒരുങ്ങുകയാണ് ഈ ഗവൺമെൻറ്. എനിക്ക് കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ എനിക്ക് വിശ്വാസമുണ്ട്, അവരിത് പിടിക്കും തന്നെയാണ്. ഒരാൾ എവിടെ ഒരു ഫോൺ അടച്ചു വെച്ചിട്ട് മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്, അത് പോലീസ് പിടിച്ചിരിക്കും. അതിന് ചെറിയ കാലതാമസമേ ഉള്ളൂ, അത് പിടിച്ചിരിക്കും. കോടതി ഇന്ന് കേസ് കേൾക്കാൻ പോലും തയ്യാറായില്ല, മാറ്റിവെച്ചു. സിനിമയുമായി ബന്ധപ്പെട്ട് ശക്തമായ ഒരു നിയമനിർമ്മാണം നടത്താൻ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ആദ്യവട്ട ചർച്ച കഴിഞ്ഞു. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി അതിൻ്റെ കരട് തയ്യാറാക്കി, എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തൊരു കരട് തയ്യാറാക്കി. ആ കരട് സിനിമാ പ്രവർത്തകർക്ക് കൈമാറും. അവരോടുകൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് നിയമസഭയിൽ ഒരു നിയമം കൊണ്ടുവരാൻ ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ ശ്രീ എ കെ ബാലൻ മന്ത്രി എന്ന നിലയിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പി ഗണേഷ് കുമാർ, താങ്കൾ ഇന്ന് പറയുകയുണ്ടായി മുഖ്യമന്ത്രിയോട് ചില കാര്യങ്ങൾ പറയും, പുറത്തു പറയാൻ കൊള്ളില്ല എന്ന്. പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണോ അപ്പോൾ സിനിമയിൽ നടക്കുന്നത്? മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് നടപടി ഉണ്ടാവുക എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ലല്ല വേണു, അല്ല, സിനിമയിൽ മാത്രമല്ല, മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹം ഈ നാടിനെ ഭരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻസ് അത് മീഡിയയിൽ പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിന് സീരിയസ് ആയിട്ട് കൈമാറുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം പോലീസിനെ കൊണ്ടൊരു ശക്തമായ ആക്ഷൻ എടുപ്പിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാനമായ ഒരു കാര്യം, തുറന്നു പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങൾ, കേരളത്തിലെ ഇത്തരം ഒരു അധോലോക മാഫിയ, ക്രിമിനൽ മാഫിയ, ഗുണ്ട മാഫിയ, ഇവരെ ഈ ഗവൺമെൻറ് വേരോടെ പിഴണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേരോടെയാണ് പിഴേണ്ടത്, അല്ലാതെ ഒരു ഉപരിതല സ്പർശിയായിട്ടില്ല. വേരോടെ പിഴണം. തമിഴ്നാട്ടിൽ ജയലളിത ഗുണ്ടകളെ വേരോടെ പിഴുതു ഒരു കാലത്ത്. അത് സ്വാമിച്ചേട്ടനൊക്കെ അറിയാം. വേരോടെ അവർ പിഴുതു. ആക്ഷൻ ഒന്നും ശരിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കർശനമായ ആക്ഷനിലൂടെ. താങ്കൾ പറയുന്നുണ്ട് ശ്രീ കെ പി ഗണേഷ് കുമാർ, ഈ സിനിമ നന്നാവില്ല കാരണം അതിന് നാഥനില്ല എന്ന്. ചില പ്രവണതകൾക്കും അതുകൊണ്ട് നാഥനില്ലാതെ പോവുകയാണ്. അതിനൊരു നാഥൻ ഉണ്ടാകേണ്ടേ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് താങ്കൾ ആർജവത്തോടെ പറഞ്ഞു, ചില നടിമാരെ വിലക്കുന്നു, അത് നടപ്പാകില്ല ഇനിയെന്ന്. അങ്ങനെ വരുമ്പോൾ ചില പ്രവണതകൾ അവസാനിക്കും. അത് ചെന്ന് അതിൻ്റെ പിന്നിൽ ആ പ്രവണതകളുമായി പ്രവർത്തിക്കുന്നവരെ ചെന്ന് കൊത്തുകയും ചെയ്തോളും. അപ്പോൾ ഈ നാഥനൊക്കെ ഉണ്ടായിക്കോളും. അതുപോലെ തന്നെ ഒറ്റ സിനിമാ സംഘടന, അമ്മ, അതിൽ താരാധിപത്യം മാത്രം, അങ്ങനെ മാത്രം മതിയോ? അതിലെ കണക്കുകൾ പുറത്തു വരണ്ടേ? ഈ പറയുന്ന സാറ്റലൈറ്റ് റൈറ്റ് കൊടുക്കലിന്റെ കണക്കുകൾ പുറത്തു വരേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ വേണു അതിനകത്തുള്ള കാര്യം എന്താ, ഇപ്പോൾ വേണു തന്നെ ഒരു നല്ല വാർത്ത വായനക്കാരനാണ്. വേണു സ്മാർട്ടായിട്ട് വായിക്കുന്നതുകൊണ്ട് വേണുവിൻ്റെ വാർത്ത കാണാൻ ആളുണ്ട്. അതുകൊണ്ട് വേണുവിൻ്റെ ചാനലിലെ മറ്റു വാർത്ത വായനക്കാർക്ക് വേണുവിന് ഡിമാൻഡുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും നിവിൻ പോളിക്കും ദിലീപിനും ഒക്കെ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അവർ മുന്നിൽ നിൽക്കും. എനിക്ക് അത്രയും ഡിമാൻഡുള്ള ആളല്ല. പിന്നെ ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്നെ അതൊന്നുമല്ല ചോദ്യം. എനിക്കൊന്നും വിളിക്കാറില്ല. എന്നെ ആരും പിടിക്കാറില്ല. കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ, കണക്കുകൾ ഉറപ്പാക്കുന്നതിൽ, തുക കൈമാറുന്നതിൽ, തുക നിശ്ചയിക്കുന്നതിൽ ഒക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണ്ടേ ശ്രീ ഗണേഷ് കുമാർ? നാം ഈ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ മാത്രം എന്ന് പറഞ്ഞ് കുറേ ക്രിമിനലുകളെ വേരോടെ പിഴുതു കളഞ്ഞാൽ മാത്രം അവസാനിക്കുന്നതല്ലല്ലോ. അവർ ഈ സിനിമാ ലോകത്ത് കടക്കുകയും ഈ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതേ ക്രിമിനൽ താല്പര്യങ്ങൾ ഈ സിനിമാ സംവിധാനത്തിന് അകത്തുള്ളവർക്കും ഉള്ളതുകൊണ്ടാണ്. അല്ല, അത് ഞാൻ പറഞ്ഞത് കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് സിനിമയിലല്ല, അത് മൊത്തത്തിൽ ഈ കേരളത്തിലെ ഗുണ്ട ആക്ടിവിറ്റികൾ ശരിയാണത് വ്യക്തമാണ്. സിനിമയ്ക്കകത്തേക്കും വരണ്ടേ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സിനിമയ്ക്കകത്തുള്ള കാര്യം, ഇപ്പോൾ വേണു ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഒരാൾ എത്ര ഇൻകം വാങ്ങുന്നു, ഒരാളുടെ ശമ്പളം എന്താണ്, അയാൾ എത്ര സാറ്റലൈറ്റ് വാങ്ങിച്ചു, അയാൾ എത്ര രൂപ കൊടുത്തു എന്നൊക്കെ ചാനലുകളാണ്. ഇപ്പോൾ ചാനലുകളാണ് സാറ്റലൈറ്റ് കൊടുക്കുന്നത്. അവരാരും കള്ളപ്പണം കൊടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരിൽ വൈറ്റ് മണിയാണുള്ളത്. വൈറ്റ് മണി കൊടുത്താണ് സാറ്റലൈറ്റ് വാങ്ങുന്നത്. ആ വൈറ്റ് മണിയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ ഒരു നടൻ എത്ര ശമ്പളം വാങ്ങിച്ചു എന്ന് ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, നമ്മൾ രണ്ടുപേരും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇൻകം ടാക്സുകാർ അന്വേഷിക്കണം. ബ്ലാക്ക് മണിയുടെ ഇടപാടുണ്ടെങ്കിൽ ഇൻകം ടാക്സുകാർ പിടിക്കണം. അതിന് ഞാൻ എതിരല്ല, അത് പിടിച്ച് തന്നെ ആകണം. അതിനുള്ളൊരു ഓപ്പറേഷൻ ഇൻകം ടാക്സ് നടത്തണം. അവർക്ക് കൃത്യമായ കണക്കുണ്ട്. ഇൻകം ടാക്സ് തന്നെ വളരെ ശ്രദ്ധയോടെ ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നുണ്ട്. അവർ പിടിക്കും. തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കണം. കള്ളപ്പണത്തിന് ഇടപാടുണ്ടെങ്കിൽ പിടിക്കുക തന്നെ വേണം. ഒരു സംശയമില്ല, അക്കാര്യത്തിൽ പിടിക്കണം. ശരി, ശ്രീ സുരേഷ് കുമാർ, ശ്രീ SN സ്വാമിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ ഗണേഷ് കുമാർ പറയുകയായിരുന്നു, ഇത് നന്നാക്കാൻ പരമാവധി പരിശ്രമിച്ചു അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ. അധികാരം വെച്ചുകൊണ്ടല്ല, സഹപ്രവർത്തകർ എന്ന നിലയിൽ ആ സ്നേഹവും ഊഷ്മളതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട്. പക്ഷെ നടന്നില്ല, കാരണം നാഥനില്ലാത്തൊരു സംവിധാനമാണിത് എന്ന്. അങ്ങടക്കം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാളാണ്. നാഥനില്ലാത്ത ഒരു സംവിധാനത്തിലെ ഒരു സംഘടനയുടെ തലപ്പത്താണോ അങ്ങിരിക്കുന്നത്? അല്ല, നമ്മുടെ സംഘടനയിൽ നാഥനുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പം വേണു പറഞ്ഞ കാര്യം തന്നെയാണ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യമില്ല സിനിമയ്ക്കകത്ത്. ഒരാളിപ്പം ആരാ എന്താ വാങ്ങിക്കുന്നതെന്ന് ഈ സിനിമയ്ക്കകത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. എല്ലാം വൈറ്റ് മണി ട്രാൻസാക്ഷനാണ്.
100%. ഞാനതിനെ എക്സാജറേറ്റ് പറയുകയല്ല. പണ്ട് ഇതൊക്കെ ഈ വക പ്രവണതകളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം എല്ലാവരും 50-50 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സംഭവമേ പോയി. ഇപ്പം നമ്മൾ TDS കട്ട് ചെയ്ത് സർവീസ് ടാക്സും കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നത് ഓരോരുത്തർക്ക്. കംപ്ലീറ്റ് ചെക്കാണ്. ഇപ്പം ഡിമോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഈവൻ പ്രൊഡക്ഷൻ ബോയ്ക്ക് വരെ നമ്മൾ ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഒരു കണക്കിന് അത് വളരെ നല്ലതാണ്. അപ്പം പിന്നെ ഈ സാറ്റലൈറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് വൈറ്റ് മണിയല്ലേ തരണം. അവർ നമ്മുടെ TDS കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് സർവീസ് ടാക്സ് തന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഴയ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒറ്റപ്പെടുത്തി കാണുമ്പോഴാണ് ഈ സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു സിനിമയെ കൃത്രിമമായി വിജയത്തിനും കൂടി ഉപയോഗിക്കുന്ന ഒരു വരുമാന മാർഗമാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉള്ളുകള്ളികൾ അതിലുള്ള ഒരുപാട് ഉള്ളുകള്ളികളുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ് തന്നെ ആദ്യം തന്നെ അതിൻ്റെ വിൽപ്പനയും അതിൻ്റെ തുകയും എല്ലാം നിശ്ചയിച്ചുകൊണ്ട് അതും നിർമ്മാണ തുകയാക്കി മാറ്റിക്കൊണ്ട് ഒക്കെയുള്ള കണക്കുകൂട്ടലുകളുണ്ട് ഇതിന്റെ പിന്നിൽ. അത് നമ്മൾ എന്തായാലും അതിന്റെ നമ്മുടെ ഒരു വരുമാനമാക്കി മാറ്റി. ശരിയാണ്, ഇതൊക്കെ ഒരു ഊഹക്കച്ചവടമാണ്. അതിലെല്ലാം കൃത്രിമമുണ്ട്. സത്യസന്ധമായ ഒരു സിനിമ ജയിക്കുന്നതിനേക്കാൾ ശ്രീ സുരേഷ് കുമാർ, സത്യസന്ധമായി കേരളത്തിൽ ഒരു സിനിമ ജയിക്കുന്നതിന്റെ എണ്ണത്തെക്കാൾ എത്രയോ മടങ്ങാണ് കൃത്രിമമായി ജയിക്കുന്ന സിനിമകളുടെ എണ്ണം. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് റൈറ്റിന്റെ കാര്യം പറഞ്ഞുണ്ടല്ലോ, എല്ലാ ടെലിവിഷൻ ചാനലുകളും പറയും ഒറ്റയാൾ കാണാത്ത സിനിമയും ബ്ലോക്ക് ബസ്റ്റർ സിനിമ എന്ന്. അല്ലല്ല, ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ്. അവരുടെ പരസ്യത്തിന് മാത്രമല്ല, അവർക്ക് പണം കിട്ടുകയും സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. ഒരു സെക്കൻഡ്, സോഷ്യൽ ഓഡിറ്റിംഗ് സോഷ്യൽ ഓഡിറ്റിംഗ് വേണം. ഒരു ചെറിയ കാര്യം, ഇപ്പോൾ അങ്ങ് തന്നെ ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ടിക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ സുതാര്യമാക്കണമെന്ന് ശ്രമിച്ചല്ലോ, നടന്നോ? ഇപ്പൊ നടക്കും. അത് ഇപ്പം നടക്കും. ഞാൻ നടത്തി കൊണ്ടുവന്നു. ഇത് തുടങ്ങി വെച്ചാണ് ഗണേഷ് കുമാറാണ് ഇത് തുടങ്ങി വെച്ചത്. അതിന് തടയിട്ടത് ഇവിടുത്തെ എക്സിബിറ്റേഴ്സാണ്. ഇത് അതുകൊണ്ടാണ് നീണ്ടുപോയത്. ഞാൻ പോകുന്ന സമയത്ത് ഇത് 2-ാം തീയതി, മെയ് 2-ാം തീയതി കാര്യങ്ങളെല്ലാം റെഡിയായി. ശ്രീ എസ് എൻ സ്വാമി, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഉള്ളതുകൊണ്ടല്ല, തീരുമാനങ്ങൾ മന്ത്രി എന്ന നിലയിൽ ശ്രീ KB ഗണേഷ് കുമാർ എടുത്തതാണ്. പക്ഷേ അട്ടിമറിക്കപ്പെടുകയാണ്. ഒരു കാര്യവും അനുവദിക്കാത്ത ഒരു സംവിധാനമായി ഒരു വ്യവസായ രംഗം ഇവിടെ നിലനിൽക്കണോ? കലാരംഗം, അതിലെ ഡിമാൻഡ്, അതിലുള്ള അവരുടെ തുക, അതിൻ്റെ മാഹാത്മ്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊരു വ്യവസായമാണ്. കേരളത്തിൽ നികുതിയും ദായകരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യവസായമാണ്. അതിൻ്റെ ഏറ്റിറക്കങ്ങൾ അവരറിയേണ്ടതല്ലേ? അതിലകത്തെ അട്ടിമറി കൊണ്ട് ഇതെല്ലാം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഈ പറഞ്ഞത് വാസ്തവത്തിൽ ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായിരിക്കുന്നു ഇപ്പം. കാരണം ഇത് പൊതുജനവും സാധാരണ സിനിമാ പ്രവർത്തകരും സിനിമയിൽ അഭിനയിക്കുന്നവരും കൂടാതെ ഒരുപാട് പേരിന്ന് ഈ മാധ്യമങ്ങളിൽ കൂടെ തന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നൊരു കാലഘട്ടമാണ്. ഈ മലയാള സിനിമയിൽ ഇല്ലാതിരുന്ന ഒരു തൊഴിലാളി സംഘടന ആദ്യമായി ഉണ്ടാവാൻ ഒരു കാരണക്കാരൻ ഞാനായിരുന്നു. മാക്ട എന്ന സംഘടന അത് തുടങ്ങി 10-14 കൊല്ലം അത് വളരെ ഭംഗിയായി നടന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു ഓൾ ഇന്ത്യ അഫിലിയേഷൻ കിട്ടുവാൻ വേണ്ടി ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ളൊരു സംഘടനയായി വേണം എന്ന് അവരുടെ നിയമാവലി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഫെഫ്ക എന്ന ഒരു സംഘടന ഇവിടെ രൂപീകൃതമായത്. ഈ ഏത് സംഘടനയിലും, ഇതിപ്പോൾ സിനിമ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത്, ഏത് സംഘടനയിലും സംഘടനാ നേതൃത്വത്തിലും സ്പ്ലിറ്റും അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ വിഘടനകളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ അത്രയും ഒന്നും തീർച്ചയായിട്ടും സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആയാലും ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന സമരം, അതിനകത്ത് ഇവിടെയൊക്കെ ഒരു പ്രോബ്ലം ഞാൻ വ്യക്തിപരമായി കാണുന്നത് പല സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ പേഴ്സണലാവുന്നത് കൊണ്ടാണ്. ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഇല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന് വേണ്ടിയോ സിനിമയെ ആകെയോ കാണാതെ പല സ്ഥലത്തും വ്യക്തിപരമായി മാറുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമില്ലാതെ രൂക്ഷമാവുന്നത്. കാരണമുണ്ടായിട്ട് രൂക്ഷമാവെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടായേനെ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ലാതിരിക്കാൻ കാരണം അത് കാരണമില്ലാതെ വ്യക്തിപരം ആവുന്നത് കൊണ്ട് മാത്രമാണ്. അത് തന്നെയാണ് സിനിമയുടെ അകത്തെ പ്രവർത്തനങ്ങളിലും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ
ഈ സംഘടനകൾ തമ്മിൽ പല യോജിപ്പ് കുറവും ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ചില വ്യക്തി വൈരാഗ്യം, ചില വ്യക്തികളോടുള്ള വിരോധം, അവർ പറഞ്ഞാൽ കേൾക്കില്ല, അവർ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ഒരുപാട് ഇതിനകത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ സംസാരിച്ച എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞതിൽ കുറേ സത്യവും കുറേ അസത്യവും ഉണ്ട്. ശരി, ഞാൻ ശ്രീ ഗണേഷ് കുമാറിനോട് അല്പസമയം കൂടി ഈ ചർച്ചയിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ എത്താം.